ഹലോ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു കുറേ നാളായി നമ്മൾ ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്തിട്ട്. അപ്പം വെഡ്ഡിങ് ഗസ്റ്റൊക്കെ ആയിട്ട് പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. അങ്ങനെ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ലുക്കൊന്നുമല്ല, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലുക്കാണ്. വീഡിയോയിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് നമുക്ക് അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാം പേജായ ലെക്സ് ഡിസൈൻസിൽ നിന്നുമാണ്. അപ്പോൾ അവരെനിക്ക് മെറ്റീരിയൽ അയച്ചു തന്നു, ഞാനിത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. നല്ല മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിളാണ്, നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്. അപ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് മാത്രമല്ല, ഡിഫറെൻറ്റ് കളക്ഷൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ ഞാൻ അവരുടെ വാട്സാപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അഡ്രസ്സൊക്കെ ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഈ ഒരു മെറ്റീരിയലും കളറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ കളർ ചേഞ്ചസും ഉണ്ട്. മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന മുന്നേ ഞാൻ ഫേസ് ഡെർമാവൈവിൻ്റെ ഹൈഡ്രാക്ലെൻസർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തു. ഇത് നല്ലൊരു ക്ലെൻസറാണ്, ഈവൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലെൻസറാണ്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്, വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള. വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്, ജെൻറ്റിലാണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്കാണ് കൂടുതൽ നല്ലത്. പിന്നെ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഫേസൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാണ്. മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത് മസ്റ്റാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് മേക്കപ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആയിട്ട്, മേക്കപ്പ് മീൻസ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആയിട്ടല്ല, സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് നല്ലതാണ്. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മോയ്സ്ചറൈസിങ്ങിന് ശേഷം ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്യാണ്. ഐബ്രോ പെൻസിലിൽ തന്നെ ബ്രഷും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒന്ന് സെറ്റാക്കിയിട്ട് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അതിനുശേഷം ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ് ലിപ് ബാം യൂസ് ചെയ്തിട്ട്. ഈ ഒരു സ്റ്റെപ്പ് മറന്നു പോകാൻ പാടില്ല. ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിനേക്കാളും മുന്നേ ആയിട്ട് നമ്മൾ എന്തായാലും ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്തിരിക്കണം. ഫൗണ്ടേഷന് മുന്നേ ഞാൻ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ അബ്സല്യൂട്ട് പ്രൈമറാണ്. അപ്പോൾ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും. പോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കവറായിട്ട് നല്ലൊരു ഫിനിഷിങ് കിട്ടാൻ സഹായിക്കും. പ്രൈമർ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ ഫിറ്റ്മിയുടെ മാറ്റ് പോർലെസ് ഫൗണ്ടേഷനാണ്. 220 ആണ് എൻ്റെ ഷെയ്ഡ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഷെയ്ഡ് എടുക്കണം എപ്പോഴും. കറക്റ്റ് ഷെയ്ഡ് എടുത്തിട്ടില്ലെങ്കിൽ പൊട്ടിയടിച്ചതുപോലെയാവും. നല്ലോണം ലൈറ്റ് ആണെങ്കിൽ, നമ്മുടെ സ്കിന്നിനേക്കാളും നല്ലോണം ലൈറ്റ് ആണെങ്കിൽ എന്തായാലും പൊട്ടിയടിച്ച പോലെ ഉണ്ടാവും. പിന്നെ ഡാർക്ക്നെസ് കൂടിപ്പോയാലും ഒരു ടാൻ അടിച്ച പോലെ ഉണ്ടാവും നമ്മുടെ ഫേസ്. അപ്പോൾ ഷെയ്ഡ് നോക്കിയിട്ടെടുക്കാം. അതിനുശേഷം ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ടൈം എടുത്തിട്ട് ചെയ്യണം. ബ്ലെൻഡിങ് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഫൗണ്ടേഷൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. അതിനുശേഷം കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഫേസസ് കാനഡയുടെ കോമ്പാക്റ്റ് പൗഡറാണ്. കണ്ണിന് ചുറ്റുമായിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് കണ്ണിന് ചുറ്റും വേർക്കും. അതിനുശേഷം നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യാണ് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട്. നമ്മുടെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്ത് പോകാനാണ് ഈ ഒരു ഷെയ്ഡ് എടുത്തത്. ഇത് ഹിലാരി റോഡയുടെ ഒരു ന്യൂഡ് പാലറ്റാണ്. നല്ല കളേഴ്സാണ് ഇതിലുള്ളത്. മാറ്റ് കളേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഷിമ്മറി ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഐലിഡിലും നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇവിടെയും നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ ഒരു ആ ഒരു ഫിനിഷിങ് നമുക്ക് നന്നായിട്ട് കിട്ടും. പിന്നെ ഹിലാരി റോഡയുടെ ഈ ഒരു പാലറ്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു പാലറ്റാണ്. ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാലറ്റാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഐലിഡിൽ വിരൽ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. വിരൽ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ വേറെ ഒരു മേക്കപ്പും ഇടാതെ ഐ മേക്കപ്പ് മാത്രം ചെയ്താൽ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടാവും. ഐ മേക്കപ്പും പിന്നെ ലിപ്സ്റ്റിക്കും മതി നല്ല സ്റ്റൈലിഷ് ആവാൻ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മി ഐക്കോണിക്കിൻ്റെ കാജലാണ്. നല്ല ബ്ലാക്ക് ആയിട്ടിരിക്കും വരഞ്ഞു കഴിഞ്ഞാൽ. മേക്കപ്പ് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പാണ്, ഐലൈനർ വരക്കുന്നത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടുന്ന് ചെയ്യും, ബാക്കി എൻ്റെ വലിയ കണ്ണാടിൻ്റെ മുന്നിൽ പോയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് മെബിലിൻ്റെ ഐലൈനറാണ്.
അതിനുശേഷം കൺപീലികളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. മെബിലിൻ്റെ തന്നെ മെബിലിൻ കൊളോസലിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നല്ല മസ്കാരയാണ് കേട്ടോ, അത്യാവശ്യം എന്താ പറയുക വോളിയമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ബ്ലഷും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ നോക്കാം. പിന്നെ നമ്മൾ നൈക്കയുടെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് പീച്ചാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നൈക്കയുടെ ഈ മിനി ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഹെയർ സ്റ്റൈലൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് മുടി അഴിച്ചിട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്യാം. ആക്സസറീസ് എന്ന് പറയാൻ സ്റ്റേറ്റ്മെൻറ്റ് ഇയർ റിങ് യൂസ് ചെയ്തു, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഫിംഗർ റിങ്, പിന്നെ നേരിയ വളകളാണ് യൂസ് ചെയ്തത് സ്റ്റോണിൻ്റെ ഒക്കെ ഉള്ള. അങ്ങനെ ഒരു സിമ്പിൾ ലുക്കാണ്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.